Microprocessor Lecture സീരീസിൻ്റെ 10th ലെസണാണിന്ന്. നമ്മൾ ഓൾറെഡി മൈക്രോപ്രോസറിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിൽ അതിൻ്റെ ആർക്കിടെക്ചർ, ഇൻസ്ട്രക്ഷൻ സെറ്റ് എല്ലാം പഠിച്ചു. പിന്നെ അഡ്രസ്സിംഗ് മോഡ്സ്, ഇത്രയാണ് ലാസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചത്. വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക. ഇൻസ്ട്രക്ഷൻ സെറ്റ് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം പ്രോഗ്രാമിംഗിലേക്ക് വരിക, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ്. സോ പ്രോഗ്രാമിംഗ് മീൻസ് വാട്ട്? പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറേഞ്ച്ഡ് ഇൻ ദ സ്പെസിഫിക് സീക്വൻസ് ടു ഡു ദ സ്പെസിഫിക് ടാസ്ക്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നു. അതാണ് ഒരു പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം എഴുതണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഇൻസ്ട്രക്ഷൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്. ഇപ്പോൾ ഒരു അഡീഷൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഏതൊക്കെയാണ് അവൈലബിൾ ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ മീനിങ് എല്ലാം അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ബേസിക് പ്രോഗ്രാമാണ്. ഇപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ 2 8-bit നമ്പർ ആഡ് ചെയ്യണം, അതിനൊക്കെയുള്ള പ്രോഗ്രാംസ് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ 2-3 പ്രോഗ്രാമിൽ തുടങ്ങാം. നമുക്കൊരു പ്രോഗ്രാം എഴുതാൻ പല മെത്തേഡ് എഴുതാം. നമ്മുടെ അവൈലബിൾ ഇൻസ്ട്രക്ഷൻ വെച്ച് നമ്മളുടെ ലോജിക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം കൺസിഡർ ചെയ്യുക. സ്റ്റോർ ദ ഡേറ്റ ബൈറ്റ് 5252H ഇൻറ്റു മെമ്മറി ലൊക്കേഷൻ 200H. അപ്പോൾ ഇതൊരു മെമ്മറി ലൊക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ മെമ്മറി ലൊക്കേഷനിലേക്ക് 52 എന്നുള്ളൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് ഹെക്സാഡെസിമലാണ്. നമ്മളെല്ലാം ഹെക്സാഡെസിമലാണ് ഡിനോട്ട് ചെയ്യുക, മൈക്രോപ്രോസറിൻ്റെ കേസിലല്ല. അപ്പോൾ ഇവിടെ ഡേറ്റ 52 എന്നാണ്. ഹെക്സാഡെസിമൽ എന്ന് ഡിനോട്ട് ചെയ്യാനാണ് ഈ H എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 52 എന്നുള്ളത് എത്ര ബിറ്റാണ് ഡേറ്റ? ഇപ്പോൾ ഒരു ഹെക്സാഡെസിമൽ എന്താണ്? ഒരു 4-bit റെപ്രസെൻറ്റേഷൻ ആണ്. സോ 5നെ 4-bit ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ്? 0101. 2 എന്ന് വെച്ചാൽ എന്താണ്? 0010. അപ്പോൾ ടോട്ടൽ എത്രയായി? 8-bit. അപ്പോൾ ഇത് 8-bit ഡേറ്റയാണ് 52 എന്നുള്ളത്. അപ്പോൾ മെമ്മറി ലൊക്കേഷനും ഇതുപോലെ ഹെക്സാഡെസിമൽ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. മെമ്മറി ലൊക്കേഷൻ എത്രയാണ്? 16-bit ആണ്. 2000. മൊത്തം എത്രയായി? 16-bit. ഓരോന്നും 4-bit ആണ്. ബിറ്റ് ബൈനറിയിലാണ് ഞാൻ പറയുന്നത്. ബിറ്റ് ഓരോന്നും 4-bit ആണ്. ടോട്ടലി 16-bit ആണ്. ഇത് ഹെക്സാഡെസിമലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷനും ഈ അഡ്രസ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കും കേട്ടോ. ഇപ്പോൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ മെമ്മറിയിൽ എന്താണ്? ഓരോ ലൊക്കേഷനും ഒരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പെർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് നമുക്ക് ഈ ഡേറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ആക്ച്വലി എന്തൊക്കെയാണ്? ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ്? മൂവ് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അല്ലേ? മൂവ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ മൂവ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പിൽ മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ടൈപ്പിൽ മൂവ് ചെയ്യാം. ഒന്നിൽ നമുക്കൊരു ഡയറക്റ്റ് 52 എന്നുള്ള ഡേറ്റ ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അതാണ് MVI M,52H എന്നുള്ളത്. അപ്പോൾ നമ്മുടെ 52 എന്നുള്ളതാണ് നമ്മുടെ ഡേറ്റ. ആ ഡേറ്റയെ ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിലൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്താണ്? MVI മൂവ് ഇമ്മീഡിയറ്റ് ഡേറ്റ ടു മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? നമുക്ക് ആ മെമ്മറി ലൊക്കേഷൻ ആദ്യം എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്? HL രജിസ്റ്റർ പെയറിലാണ്. അതല്ലേ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്താണ്? ഒരു M എന്ന് എവിടെ കണ്ടാലും ഒരു ഇൻസ്ട്രക്ഷനിൽ M എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്ത അതിൻ്റെ മീനിങ് എന്താണ്? മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എവിടെ ഡിനോട്ട് ചെയ്തിരിക്കണം? HL രജിസ്റ്റർ പെയറിൽ. അപ്പോൾ അങ്ങനെയാണ് മൈക്രോപ്രോസസർ അതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ മൈക്രോപ്രോസറിന് മനസ്സിലാവുക. MVI M,52 എന്ന് വെച്ചാൽ മൈക്രോപ്രോസറിന് എന്താ മനസ്സിലാവുക? മൂവ് ഇമ്മീഡിയറ്റ് ഡേറ്റ 52 to memory location that location address specified in HL register pair. അപ്പോൾ തന്നെ മൈക്രോപ്രോസസർ എന്ത് ചെയ്യും? HL രജിസ്റ്റർ പെയറിലെ ലൊക്കേഷൻ അഡ്രസ്സ് എന്താണെന്ന് നോക്കും. അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്താണെന്ന് നോക്കും. അതിനെ ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് 52നെ മൂവ് ചെയ്യും. അതാണ് മൈക്രോപ്രോസസർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HL രജിസ്റ്റർ പെയറിൽ നമ്മളുടെ റിക്വയർഡ് മെമ്മറി ലൊക്കേഷൻ എന്താണ്? 200 എന്നുള്ളതാണ്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം, എങ്കിലേ ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷനാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് MVI ഒരു അക്യുമുലേറ്ററിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുക, എന്നിട്ട് അക്യുമുലേറ്ററിൽ നിന്ന് ഡയറക്റ്റ് എന്താണ്? മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു അക്യുമുലേറ്റർ കണ്ടന്റിനെ മെമ്മറിയിലേക്ക് ഡയറക്റ്റ് സ്റ്റോർ ചെയ്യാൻ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമുക്ക് ഈ 2 ടൈപ്പിലും പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതാണ് കൺസിഡർ ചെയ്യുക. എന്താണ്? MVI A,52H. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 52 എന്നുള്ളൊരു ഡേറ്റ എങ്ങോട്ടേക്ക് മൂവ് ആവും? അക്യുമുലേറ്ററിലേക്ക് മൂവ് ആവും. ഓക്കെ, അപ്പോൾ മൂവ് ഇമ്മീഡിയറ്റ് ഡേറ്റ 52 ടു എന്താണ്? അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഈ അക്യുമുലേറ്റർ കണ്ടന്റിനെ ഡയറക്റ്റ് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷൻ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 200H ആണ്. അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം. അതിനല്ലേ നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ ഉള്ളത്. എന്താണ്? സ്റ്റോർ അക്യുമുലേറ്റർ കണ്ടന്റ് ടു സ്പെസിഫൈഡ് മെമ്മറി ലൊക്കേഷൻ STA 200H. അപ്പോൾ എന്തായിരിക്കും? അക്യുമുലേറ്റർ കണ്ടന്റ് 200Hലേക്ക് സ്റ്റോർ ആവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായി? 52H ഈ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ എത്തിയില്ലേ?
ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഒന്നിൽ മെമ്മറി ലൊക്കേഷനിലേക്ക് ഡയറക്റ്റ് ഡേറ്റ മൂവ് ചെയ്യാം. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, ആ മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി HL രജിസ്റ്റർ പെയറിൽ സ്റ്റോർ ചെയ്യണം. അല്ലെങ്കിൽ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് മെമ്മറിയിലേക്ക് എടുക്കാം. ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഓക്കെ ആയില്ലേ, അക്യുമുലേറ്ററിലേക്ക് 52 എന്നുള്ള ഡേറ്റ മൂവ് ചെയ്തു. ദെൻ അക്യുമുലേറ്റർ കണ്ടന്റ് ഈ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ആയി. ഇനി എല്ലാ പ്രോഗ്രാമിലും ലാസ്റ്റ് ഉണ്ടാകുന്ന ഇൻസ്ട്രക്ഷൻ HLT ഹോൾട്ട് എന്നാണ്. ദാറ്റ് മീൻസ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം, സ്റ്റോപ്പ് എന്നാണ് മീനിങ്. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. ഈ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ MBI M,52. അപ്പോൾ എന്തായിരിക്കും, 52 എന്നുള്ള ഡേറ്റ ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് ഡേറ്റയാണ്, ഉണ്ട് ഇമ്മീഡിയറ്റ് ഡേറ്റയാണ്, മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ആവും. ഏത് മെമ്മറി ലൊക്കേഷനിലാണ്, HL രജിസ്റ്റർ പെയറിലുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക്. അപ്പോൾ HL രജിസ്റ്റർ പെയറിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. അത് നമുക്ക് എന്ത് ചെയ്യണം, Hലേക്കും Lലേക്കും നമ്മൾ ഈ റിക്വയർഡ് അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കണം. അത് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. LXI H,200H എന്ന് വെച്ചാൽ എന്താണ്, ലോഡ് 16-bit ഇമ്മീഡിയറ്റ് ഡേറ്റ ടു H. ഓക്കെ, ലോഡ് X എന്ന് വെച്ചാൽ 16-bit, I ഇമ്മീഡിയറ്റ് 16-bit ഇമ്മീഡിയറ്റ് ഡേറ്റ, ഇതിനെ Hലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം നമുക്ക് ജസ്റ്റ് Hലും Lലുമായിട്ട് ഈ 200 ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. മൈക്രോ പ്രോസസർ M കാണുമ്പോഴേ ഡയറക്റ്റ് എന്ത് ചെയ്യും, HL രജിസ്റ്റർ പെയറിൽ എന്താണോ ഉള്ളത് അതിനെ മെമ്മറി ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ലൊക്കേഷനിലേക്ക് ഡേറ്റ മൂവ് ചെയ്തോളും. അപ്പോൾ നമുക്ക് Hലും Lലുമായിട്ട് ഈ 200H എന്നുള്ളത് സ്റ്റോർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ 16-bit ഇമ്മീഡിയറ്റ് ഡേറ്റ Hലേക്ക് പോകാന്ന് വെച്ചാൽ മീനിങ് എന്താണ്, 16-bit ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, Hന്റെ രജിസ്റ്റർ പെയർ ഏതാണ്, L. Hലേക്കും Lലേക്കും ആയിരിക്കും പോവുക. അപ്പം അങ്ങനെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, എന്തായിരിക്കും, ഹയർ ബൈറ്റ് Hലായിരിക്കും, ലോവർ ബൈറ്റ് ഇവിടെ ആയിരിക്കും, Lലായിരിക്കും. സോ ഹയർ ബൈറ്റ് 20 എന്നുള്ളത് Hലായിരിക്കും, 00 എന്നുള്ളത് Lലും സ്റ്റോർ ആയി. സോ Hലും Lലും കൂടെ ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് 2000 എന്നുള്ളൊരു ഡേറ്റയുണ്ട്. ഇനി MBI M,52H എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മൈക്രോ പ്രോസസ്സർ നേരെ HL രജിസ്റ്റർ പെയർ ചെക്ക് ചെയ്യും. അവിടെ എന്താണ് 200 എന്നാണ് എങ്കിൽ ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമ്മുടെ റിക്വയർഡ് ഡേറ്റയെ സ്റ്റോർ ചെയ്യും. ലാസ്റ്റ് HLT. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് നോക്കുക. അതിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. സോ ഇനി അടുത്തത് അഡീഷൻ ഓഫ് 8-bit നമ്പർ. അപ്പോൾ നമുക്കിവിടെ രണ്ട് 8-bit നമ്പർ കൊടുത്തിട്ടുണ്ട്, 20 40. ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ട് നമ്പർ കൺസിഡർ ചെയ്താണ്. ഈ രണ്ട് 8-bit നമ്പറിനെയും ആഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആഡ് B എന്ന് കൊടുക്കാം. അപ്പോൾ എപ്പോഴും അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ അരിത്തമെറ്റിക്കൽ ഇൻസ്ട്രക്ഷനും എവിടെയാണ് എക്സിക്യൂട്ട് ആവുക, നമ്മുടെ ALUവിലാണ്. ആർക്കിടെക്ചർ പഠിച്ചു ALUവിലാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും എന്താ പഠിച്ചത്, അതിൽ ഒരു ഇൻപുട്ട് എവിടെയായിരിക്കണം, Aയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് Aയിലാവണം, ബാക്കി ഇൻപുട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അത് ഇഷ്ടമുള്ളിടത്ത് മീൻസ് എന്താണ്, നമുക്ക് 3 ഇൻസ്ട്രക്ഷനാണുള്ളത് അഡീഷന് വേണ്ടി. ഒന്നാമത്തെ എന്താണ്, ആഡ് B എന്നുണ്ട്. ആഡ് B എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു B മാത്രമല്ല, ഒരു ഏത് രജിസ്റ്റർ ആകാം ഇവിടെ, ആഡ് രജിസ്റ്റർ പെയർ. ഞാനിവിടെ എക്സാമ്പിൾ B എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മീനിങ് എന്താണ്, Bയിലെ ഒരു ഡേറ്റ ഉണ്ടാവും, മറ്റേ ഡേറ്റ Aയിൽ ഡിഫോൾട്ടായിട്ടുണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. Aയിൽ ഒരു ഡേറ്റ ഉണ്ടാവും, നമ്മുടെ അക്യുമുലേറ്ററിൽ ഒരു ഇൻപുട്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ 20 40 ആണെങ്കിൽ 20 നമുക്ക് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അത് ഡിഫോൾട്ടാണ്, അത് കമ്പൽസറി ആണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു ഇൻപുട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അടുത്ത ഇൻപുട്ട് എവിടെയൊക്കെ ആവാം, ഒന്നുകിൽ ഒരു രജിസ്റ്ററിലാവാം, ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആവാം. അപ്പോൾ മെമ്മറി ലൊക്കേഷൻ എപ്പോൾ യൂസ് ചെയ്താലും ശ്രദ്ധിക്കണം, ഒരു നമ്മൾ M എന്നുള്ള ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, മെമ്മറി ലൊക്കേഷൻ HL രജിസ്റ്റർ പെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ആ ഒരു എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻ കൂടെ വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ രീതിയിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകിൽ ആഡ് B അല്ലെങ്കിൽ ആഡ് ഇമ്മീഡിയറ്റ് ഡേറ്റ. അപ്പോൾ ഞാൻ ഇന്ന് എക്സാമ്പിൾ ഈ ആഡ് B എന്നുള്ളത്, ആഡ് ഒരു രജിസ്റ്റർ കണ്ടന്റ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ്, എന്തായാലും ഒരു ഡേറ്റ എവിടെ ഉണ്ടായിരിക്കണം, Aയിലുണ്ടാവണം. അപ്പോൾ Aയിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം 20 എന്നുള്ളൊരു ഡേറ്റ Aയിൽ സ്റ്റോർ ചെയ്യണം. ഇനി അടുത്തൊരു ഡേറ്റ, ഇപ്പം ഞാനിപ്പോൾ ആഡ് B എന്നാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, Bയിലേക്ക് അടുത്ത ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കണം. അടുത്ത ഡേറ്റ എന്താണ്, 40 എന്നുള്ളതാണ്, അത് Bയിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ആഡ് B എന്ന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, Aയിലെയും Bയിലെയും നമ്പർ ആഡ് ആവും. എന്നിട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ആവും, Aയിൽ സ്റ്റോർ ആവും. അപ്പോൾ Aയിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, Aയിലും Bയിലും ഡേറ്റ
മൂവ് ചെയ്യുക. അതല്ലേ ഫസ്റ്റ് നമ്മുടെ 2 സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഡേറ്റ മൂവ് ചെയ്യുകയാണ്. സോ MVI ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ MVI A,20H. അപ്പോൾ 20 എന്നുള്ള ഡേറ്റ ഇമ്മീഡിയറ്റ് ഡേറ്റയാണ്, എയിൽ സ്റ്റോറായി. അടുത്ത 40 എന്നുള്ള ഡേറ്റ എന്താണ്, ബിയിൽ സ്റ്റോറായി. നെക്സ്റ്റ് ആഡ് ബി കൊടുത്തു. ആഡ് ബി കൊടുത്ത എന്താണ്, എയും ബിയും കൂടെ ആഡ് ചെയ്യും, റിസൾട്ട് എയിൽ സ്റ്റോർ ആവും. ഇപ്പോൾ എയിൽ റിസൾട്ട് ഉണ്ട്. ഇനി നമുക്ക് ആ റിസൾട്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു, സ്റ്റോർ എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ മതി. സ്റ്റോർ അക്യുമുലേറ്റർ കണ്ടന്റ് ടു എ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയേ ഉള്ളൂ. ഇഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് കൊടുക്കാം. ദെൻ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കണം എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ബി അല്ല യൂസ് ചെയ്തെങ്കിൽ, ADI ആണ് യൂസ് ചെയ്തെങ്കിൽ മൂവ് ബി എന്നുള്ള ഇൻസ്ട്രക്ഷൻ വേണ്ട. നമുക്ക് ഡയറക്റ്റ് MVI A,20H. അടുത്ത് എന്ത് ചെയ്യണം, ADD അല്ല ADI യൂസ് ചെയ്യാം. ADI ഈ 40 ഡയറക്റ്റ് ഇവിടെ കൊടുത്താൽ മതി. ക്ലിയർ ആണോ? MVI A,20H. പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ എന്താണ്, ADI ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ADI 40H. അപ്പോൾ എന്താവും, ഈ 40Hഉം എയിലെ കണ്ടന്റും കൂടെ ഡയറക്റ്റ് ആഡ് ആയിക്കോളും. നിങ്ങൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷനും കുറച്ച് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ എല്ലാ ടൈപ്പും പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഒരു പ്രോഗ്രാം കൂടെ കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താണ്, ആഡ് ദ കണ്ടന്റ് ഓഫ് ലൊക്കേഷൻ 200H ആൻഡ് 20001H. ഇപ്പോൾ 2 മെമ്മറി ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ ആഡ് ചെയ്യുക. ദെൻ പ്ലേസ് ദ റിസൾട്ട് ഇൻ 2002. ഇപ്പോൾ 2000 എന്നുള്ളൊരു മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സാണ്. അവിടെയുള്ള ഡേറ്റയും നെക്സ്റ്റ് 2001ലുള്ള ഡേറ്റയും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് അതിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, 2 മെമ്മറി ലൊക്കേഷനുള്ള ഡേറ്റയാണ് ആഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡേറ്റ എവിടെ ഉണ്ടാവണം, എയിലുണ്ടാവണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 200A എന്നുള്ള ഡേറ്റയെ, ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനുള്ള ഡേറ്റയെ എയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അക്യുമുലേറ്ററിൽ ഒരു ഡേറ്റയുണ്ട്. ഇനി അടുത്ത ഡേറ്റ എന്താണ്, ഈ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനുണ്ട്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ആഡ് ചെയ്യാമല്ലോ. ഒരു അക്യുമുലേറ്ററിലെ കണ്ടന്റും മെമ്മറി ലൊക്കേഷനും ഡയറക്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കാം. എന്താണ്, ആഡ് M എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. ആഡ് Mൽ എന്താണ് നടക്കുക, എയിലുള്ള ഡേറ്റയും മെമ്മറി ലൊക്കേഷനുള്ള ഡേറ്റയും കൂടെ ആഡ് ആവും, റിസൾട്ട് എയിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ M യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ HL രജിസ്റ്റർ പെയറിൽ എന്തുണ്ടാവണം, മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാവുന്നത്, ഒന്നാമത്തത് അക്യുമുലേറ്ററിലേക്ക് ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ കണ്ടന്റ് മൂവ് ചെയ്യുക, അടുത്ത മെമ്മറി ലൊക്കേഷൻ കണ്ടന്റുമായിട്ട് ആഡ് ചെയ്യുക, അതിന് അടുത്ത മെമ്മറി ലൊക്കേഷനിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ മെമ്മറി ലൊക്കേഷൻ ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടേയിരിക്കണം. ആ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മെമ്മറി ലൊക്കേഷൻ, ഇവിടെ ഒരു മെമ്മറി ലൊക്കേഷൻ, അതിൽ ഒരു ഡേറ്റയുണ്ട്, അടുത്ത മെമ്മറി ലൊക്കേഷനിൽ അടുത്ത ഡേറ്റയുണ്ട്, ഇതിനെ തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് എന്താണ്, മൂന്നാമത്തേൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ ഒരിടത്ത് സ്റ്റോർ ചെയ്തിട്ട് ഇൻക്രിമെൻറ്റ് കൊടുത്താൽ പോരെ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ് LXI H,200H. അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ലോഡ് ദിസ് ഡേറ്റ ടു HL രജിസ്റ്റർ പെയർ. സോ ഇപ്പോൾ HL രജിസ്റ്റർ പെയറിൽ എന്നുണ്ട് 2000 എന്നുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ. ഈ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ എവിടെയുണ്ട്, HLലുണ്ട്. അതാണ് ഫസ്റ്റ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ മെമ്മറി ലൊക്കേഷനുള്ള ഡേറ്റയെ ഇവിടുത്തെ കണ്ടന്റ് എന്താണോ, ഇപ്പോൾ X എന്ന് വിചാരിക്കുക, Xന് നേരെ എന്ത് ചെയ്യുക, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് യൂസ് ചെയ്യാം. മൂവ് A,M. മൂവ് A,M എന്ന് വെച്ചിട്ടുണ്ടാവും, ഇവിടുത്തെ HL രജിസ്റ്റർ പെയറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എന്താണോ ആ ലൊക്കേഷനുള്ള ഡേറ്റ എങ്ങോട്ടേക്ക് മൂവ് ആവും, എയിലേക്ക് മൂവ് ആവും, അക്യുമുലേറ്ററിലേക്ക് മൂവ് ആവും. സോ ഈ പെർട്ടിക്കുലർ ലൊക്കേഷനുള്ള ഡേറ്റ എവിടെ എത്തി, അക്യുമുലേറ്ററിൽ എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ അക്യുമുലേറ്ററിലെ കണ്ടന്റും അടുത്ത മെമ്മറി ലൊക്കേഷനും കൂടെ ആഡ് ചെയ്യണം. അത് നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്താൽ പോരെ. ഇൻക്രിമെൻ്റ് ചെയ്യാൻ മീൻസ് എന്താണ്, ഇവിടെ HLൽ ഇപ്പോൾ 200 എന്നുള്ള ലൊക്കേഷനാണുള്ളത്. ഇനി HLനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ എന്താവും, 200 എന്നുള്ള ഡേറ്റ 2001 എന്നാവും. അപ്പോൾ അടുത്ത മെമ്മറി ലൊക്കേഷനായി. ഓക്കെ, അപ്പോൾ അതിനെന്താ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് H ആൻഡ് Lലെ ആ രജിസ്റ്റർ പെയറിലെ കണ്ടന്റാണ് ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടത്. HL രജിസ്റ്റർ പെയറിലെ കണ്ടന്റ് ഇൻക്രിമെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷനാണ് പഠിച്ചത്, INX എന്നല്ലേ പഠിച്ചത്. ഇൻക്രിമെൻറ്റ് 16 എന്നാണ് ഡിനോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, Hലെയും Lലെയും ഡേറ്റ എന്താണോ ആ ഡേറ്റയാണ് ഇൻക്രിമെൻ്റ് ആവുക. അല്ലാണ്ട് നമ്മൾ INC എന്ന് കൊടുത്താൽ Hൽ ഇപ്പോൾ എന്താണ് 20 ഉള്ളത് 21 ആവുകയാണ് ചെയ്യുക. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് H ആൻഡ് L, Hലും Lലും കൂടെ ഒരു കംപ്ലീറ്റ് ഡേറ്റയുണ്ട്, അതിനൊരു സിംഗിൾ ഡേറ്റ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക രജിസ്റ്റർ പെയർ ആകുമ്പോൾ. ആ
ആ ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം. കാരണം നമുക്ക് 200 എന്നുള്ളത് 2001 ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ INX H എന്ന് കൊടുത്താൽ എന്താവും, HL രജിസ്റ്റർ പേരിലുള്ള കണ്ടന്റ് എന്താണോ അത് 1 ഇൻക്രിമെൻ്റ് ആവും. ദാറ്റ് മീൻസ് എന്താണത് 2001 ആവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് എം കൊടുക്കാം. ആഡ് എം കൊടുക്കുമ്പോൾ എന്തായിരിക്കും, HL രജിസ്റ്റർ പെയറിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ഡേറ്റയും അക്യുമുലേറ്റഡ് ഡേറ്റയും കൂടെ ആഡ് ആവും. എന്നിട്ട് റിസൾട്ട് എയിൽ സ്റ്റോർ ആവും. അപ്പോൾ നമ്മൾ ആദ്യം HL രജിസ്റ്റർ പെയറിൽ 200 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ആ കണ്ടന്റിനെ, ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള കണ്ടന്റിനെ, മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. ഇപ്പോൾ അക്യുമുലേറ്ററിൽ ഫസ്റ്റ് ഡേറ്റ ഉണ്ട്. എന്നിട്ട് നമ്മൾ HLനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ എന്തായി, അടുത്ത മെമ്മറി ലൊക്കേഷൻ ആയി. എന്നുവെച്ചാൽ HLന്റെ ഡേറ്റ 1 ഇൻക്രിമെൻ്റ് ആയി, ദാറ്റ് ഈസ് 2001 ആയി. ഇനി നമ്മൾ ആഡ് എം എന്ന് കൊടുത്ത് എന്തായിരിക്കും, HL രജിസ്റ്റർ പേരിൽ 2001 ആണുള്ളത്. ഈ 2001 ഡേറ്റ എന്താണോ ആ ഡേറ്റയും എയും കൂടെ ആഡ് ആവും. റിസൾട്ട് എവിടെ ഉണ്ടാവും, എയിൽ സ്റ്റോർ ആവും. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷൻ 2002ലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ വീണ്ടും INX ചെയ്താൽ പോരെ. INX ചെയ്യുമ്പോൾ എന്തായി, അത് 2002 ആയി. 2002 ആയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, അക്യുമുലേറ്റർ കണ്ടന്റിനെ ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. അതിനെന്ത് ചെയ്യാം, മൂവ് M, A എന്ന് കൊടുക്കാം. അപ്പോൾ അക്യുമുലേറ്റർ കണ്ടന്റ് എന്തായി, നമ്മുടെ HL രജിസ്റ്റർ പെയറിലുള്ള ലൊക്കേഷനിലേക്ക് മൂവ് ആവും. റെഡി ആയില്ല. ഇപ്പോൾ 200 ഡേറ്റ എയിലെത്തി, അതും 2001 ഡേറ്റയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് റിസൾട്ട് എവിടെയായി, 2002 സ്റ്റോർ ആയി. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്നും ഇല്ല കേട്ടോ, ഇതിനെയൊക്കെ പല രീതിയിൽ നമുക്ക് എഴുതാം. ഞാൻ നിങ്ങൾക്ക് ഈ ഇത്രയും ഇൻസ്ട്രക്ഷൻ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ബേസിക് അഡീഷൻ പ്രോഗ്രാം പഠിച്ചാലും മതിയാവും കേട്ടോ. ഞാൻ ഈ ഒരു പ്രോഗ്രാം എടുത്ത് ആ ഒരു INX ഇൻക്രിമെൻറ്റിൻ്റെയും കൂടെയൊക്കെ ഒരു ഫംഗ്ഷൻ പഠിക്കാൻ മതി. അപ്പോൾ HL എന്നുള്ളൊരു ഈ M യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അഡീഷനോ അല്ലെങ്കിൽ മൂവിനോ ഒക്കെ അല്ലേ M എപ്പോഴും യൂസ് ചെയ്യുക. M എന്ന് മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ HLൽ എന്തുണ്ടാവണം, ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഉണ്ടാവണം. HLനോട് അത് അഡ്രസ്സാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് HLോട്ട് എന്ത് ചെയ്യാം, ആ 16 ബിറ്റ് ലോഡ് ചെയ്യുന്നതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ Hലും Lലും കൂടെ ഡേറ്റ ഉണ്ടാവും. ഓക്കെ, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ഇനി ആ അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. തൊട്ടടുത്ത അഡ്രസ്സിലേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ INX നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലേ വീണ്ടും ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താലും മതിയാവും കേട്ടോ. വീണ്ടും എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞാൽ ഉടനെ LXIH 2001H അങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ വീണ്ടും അങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് വേറൊരു ഓപ്ഷൻ. ഇപ്പോൾ LXIH 200H, ഇപ്പോൾ HL എന്തുണ്ട്, 2000 ഉണ്ട്. എന്നിട്ട് മൂവ് A, M. അപ്പോൾ അവിടുത്തെ ആ ലൊക്കേഷനുള്ള ഡേറ്റ എയിലെത്തി. അടുത്ത വീണ്ടും LXIH 20001. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, 2001 ആയി HL. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് എം കൊടുക്കുക. അപ്പോൾ അഡീഷനായി. വീണ്ടും LXIH 2002. എന്നിട്ട് റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്യുക. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. ആഡ് ദ കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ 300H ആൻഡ് 3001H ആൻഡ് പ്ലേസ് ദ റിസൾട്ട് ഇൻ മെമ്മറി ലൊക്കേഷൻ 3002 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ കാര്യം ചേഞ്ച് ചെയ്താൽ മതി. എന്താണ്, ഈ 2 3 ആക്കിയാൽ മാത്രം മതി. അപ്പോൾ കംപ്ലീറ്റ് പ്രോഗ്രാം എന്താവും, ഇവിടെ 3000 ആവും, ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 3001 ആവും, ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 3002 ആവും. അല്ലെങ്കിൽ നമ്മൾ 3 ഇൻസ്ട്രക്ഷനും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഗുണം. അപ്പോൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രോഗ്രാം എഴുതാം, നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മതി. പ്രോഗ്രാം എപ്പോഴും ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് എഴുതാൻ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നു എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടതെന്ന്. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും പ്രോഗ്രാം എഴുതണമെങ്കിൽ നമ്മൾ അതിന് അവൈലബിൾ ആയിട്ടുള്ള ആദ്യം നമുക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ വേണമെന്ന് നോട്ട് ചെയ്യുക. പിന്നെ ആ പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ മൈക്രോപ്രോസസറിനോട് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പോൾ മൈക്രോപ്രോസസർ സ്വന്തമായിട്ട് ആലോചിച്ചൊന്നും ചെയ്യില്ല, നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് വേണ്ടത്, ആ ടാസ്കിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം നോട്ടായിട്ട് നമ്മൾ എഴുതുക. എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ അവൈലബിൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോഗ്രാം എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി 16 ബിറ്റ് അഡിഷനും BCD അഡിഷനും സോർട്ടിങ്ങും കോഡ് കൺവേർഷനും ഇത്രയും പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും പ്രോഗ്രാം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഈ പ്രോഗ്രാം ഇങ്ങനെ തന്നെ കാണാണ്ട് പഠിച്ച് ഇങ്ങനെ തന്നെ എഴുതണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. പ്രോഗ്രാം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻ വെച്ച് എഴുതാം. ഞാനൊരു എക്സാമ്പിളോടെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.